ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യുന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള കണ്ണപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഇതൊരു ഹെൽത്തി സ്നാക്കും കൂടിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് ബാസ്മതി റൈസ് എടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ജീരകശാല റൈസ് എടുക്കാം, അതായിരിക്കുമ്പോൾ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരി നന്നായി കഴുകിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അത് കുതിർത്ത് വെക്കണം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് അടച്ച് വെക്കാം. അരമണിക്കൂർ നേരം കൊണ്ട് ചെമ്മീനിലെ മസാലയൊക്കെ ശരിക്കും പിടിച്ച് കിട്ടും. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ശരിക്കും ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നവരെ, ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ നമുക്ക് ഈ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. വീണ്ടും നമുക്ക് ഈ ഒരു വെള്ളം വറ്റി കിട്ടുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ചെമ്മീൻ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചിട്ടെടുക്കണം. ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എടുക്കാം. അതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ, നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആവാണ്ട്, അതിനുവേണ്ടി ഞാനിവിടെ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് അരിയൊക്കെ ശരിക്കും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഈ അരി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സർ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടാൻ പാടില്ല, അല്ലെങ്കിൽ മാവ് വല്ലാണ്ട് ലൂസായി പോവും. ഇപ്പം ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് വേണം അത് അരച്ചെടുക്കാൻ. ഒട്ടും തരിയൊന്നും പാടില്ല.
ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടിയത്. ഒട്ടും കട്ടി കൂടുതലാവാൻ പാടില്ല, എന്നാൽ ഒട്ടും ലൂസ് ആവാനും പാടില്ല. ഇതുപോലത്തെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഈ മാവ് ഒന്ന് സെറ്റായി കിട്ടുന്നവരെ നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് കണ്ണപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പം ഈ ഒരു ഇഡ്ഡലി തട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഓരോ കുഴിയിലും നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് കുഴിയുടെ 1/4 ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാനുള്ളതാണ്. മാവ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒരിക്കലും ഓവർ ആവരുത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ എല്ലാ കുഴിയിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ കുഴിൻ്റെ 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കാണിച്ച അതേപോലെ തന്നെ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരത്തേക്ക് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തട്ടൊക്കെ പുറത്തെടുത്തിട്ട് നമുക്കിതൊന്ന് തണയാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് അടത്തിയെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ അടത്തിയെടുക്കുന്ന അതേപോലെ തന്നെ അടത്തിയെടുക്കാം. നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടും. അപ്പോൾ അതാ നമ്മളെ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മളെ നോമ്പുതുറക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.